എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എടാ, അപ്പോൾ നമ്മുടെ RPFന്റെ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ എടാ, നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ നമ്മൾ ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഗംഗ ഇത് ഫുള്ളല്ല, ഇനിയുണ്ട്, ഇതിന്റെ ബാക്കി ഇനിയുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് അവതരിപ്പിക്കാം. ഓക്കെ ശരി, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതുവരെ പരീക്ഷയിൽ ചോദിച്ച കാര്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളുമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ശരി, അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം, പരിപാടി തുടങ്ങാം. എടാ, അപ്പോൾ ആദ്യമായിട്ട് ഗംഗ അറിയാലോ, ഗംഗ നദി. അപ്പോൾ ഒരു നദി പഠിക്കണമെങ്കിൽ അതിൻ്റെ ഉത്ഭവ സ്ഥാനം പഠിക്കേണ്ടി വരും, പിന്നെ അതുപോലെ അതിൻ്റെ നീളം പഠിക്കേണ്ടി വരും, അതിൻ്റെ പതന സ്ഥലം പഠിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം. ഇവിടെ അപ്പോൾ ഗംഗാ നദി എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് ഉള്ളത്. ഓക്കെ, ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേസിയർ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. അല്ലെ ഗോമുഖ് ഗുഹയും എന്നും പറയും, ഗായ്മുഖ് ഗുഹ എന്നും പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു ഗുഹയ്ക്കകത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഗ്ലേസിയറിനകത്ത് നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ഈ പറയുന്ന ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഇനി നദീതട പ്രത്യേകതയായിരുന്നാലും സാംസ്കാരിക പ്രാധാന്യത്തിലായിരുന്നാലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് ഗംഗാ നദി. ഓക്കേടാ, അപ്പോൾ സാംസ്കാരികപരമായിട്ടുള്ളതായിരുന്നാലും അല്ലെങ്കിൽ പൈതൃകപരമായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗാ നദിയാണ്. ഓക്കെ, ഇനി ഗംഗയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗീരഥി അല്ലെങ്കിൽ ഗംഗ ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്ന പേര് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗീരഥിയാണ്. ഓക്കെ, ഉത്ഭവസ്ഥാനത്ത് ഗംഗ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗീരഥി എന്ന് പറയുന്ന നദി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഗംഗാ നദിയുടെ നീളം പരീക്ഷ ചോദിക്കും. ഓക്കെ, 2525 കിലോമീറ്റർ അല്ലെങ്കിൽ 25 എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഗംഗയുടെ ആകെ കിലോമീറ്റർ എത്രയാണ്? 2525 കിലോമീറ്റർ ആണ് ഗംഗയ്ക്കുള്ളത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗ നദീതടമാണ്. പിന്നെ അതുപോലെ ഇന്ത്യയിലെ ഗംഗാ നദീതടത്തിലെ വിസ്തീർണം എത്രയാണെന്ന് ചോദിക്കും. ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയണം? 8.6 ലക്ഷം കിലോമീറ്റർ ആണെന്ന് പറയണം. ഓക്കെ, വിസ്തൃതി, അതിന്റെ ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് പറയണം വിസ്തൃതി. ഓക്കെ, വിസ്തീർണം. ഇനി വരുണ, അസി എന്നീ രണ്ട് പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം ഏതാണെന്ന് ചോദിക്കും. ഇവിടെ അപ്പോൾ ഗംഗയുടെ രണ്ട് പോഷക നദികളിൽ ആണ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ വരുണയും അസിയും. ഈ രണ്ട് നദികളും സംഗമിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ വാരണാസി എന്ന് പറയുന്നത്. ഓക്കെ, ആ പേരിൽ തന്നെയുണ്ട് വരുണ, അസി. ഓക്കെ, ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ട് രണ്ടും കൂടെ ചേരുമ്പോൾ വാരണാസി എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏക പുണ്യ നദിയാണ് ഗംഗ. നമുക്കറിയാം, ഗംഗയിൽ കുളിച്ചാൽ പാപം തീരും എന്നാണ് പറയുന്നത്, പക്ഷെ ചൊറി പിടിക്കും. ഓക്കെ, പാപം തീരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ ശരി, ഇനി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇനി ഗംഗാ നദിയെ എന്നാണ് ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2008 നവംബർ മാസത്തിലാണ്. 2008 നവംബർ മാസത്തിലാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുവരെ ഈ ഒരു പദവി ഇല്ലായിരുന്നു, പക്ഷെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നദിയായിരുന്നു ഗംഗാ നദി. ഓക്കെ, പിന്നെ നമ്മളിവിടെ നമ്മുടെ നാഷണൽ റിവർ ആയിട്ട് പ്രഖ്യാപിച്ചത് 2008 നവംബറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇനി ദേവപ്രയാഗിൽ വച്ച് അളകനന്ദയും ഭഗീരഥയും ചേർന്ന ശേഷം അറിയപ്പെടുന്ന പേരാണ് ഗംഗ. ഓക്കെ, അപ്പോൾ ഗംഗ എന്ന പേര് സ്വീകരിക്കുന്നത് ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അളകനന്ദയും ഭഗീരഥി നദിയും കൂടെ വന്ന് സംഗമിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അറിയപ്പെടുന്ന പേരാണ് ഗംഗ എന്നറിയപ്പെടുന്നത്. ഇനി ഗംഗാ നദി ഉത്തര മഹാസമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിദ്വാറാണ്. ഓക്കെ, ഹരിദ്വാറിലാണ് ഗംഗാ നദി ഉത്തര മഹാസമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ RRBക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, പിന്നെ അതുപോലെ ആര്യന്മാരുടെ വിശുദ്ധ ദേശമായിട്ടുള്ള ആര്യാവർത്തം. ഓക്കെ, ഫർത്തമല്ല, ഓക്കെ വർത്തമാണ്, ആര്യാവർത്തം. ഓക്കെ, ആര്യാവർത്തം ഇത് ഗംഗയുടെ തീരത്ത് ആയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ, ആര്യന്മാരുടെ വിശുദ്ധ ദേശം. ഓക്കെ, അവരുടെ വിശുദ്ധ ദേശം, ആര്യന്മാരുടെ വിശുദ്ധ ദേശമായിട്ടുള്ള ആര്യാവർത്തം സ്ഥിതി ചെയ്യുന്നത് ഗംഗയുടെ തീരത്താണെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കരുതപ്പെടുന്നത്. ഇനി ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന പാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ഫറാക്ക ബാരേജ്. എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഓക്കെ, പിന്നീട് ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വച്ചിട്ടാണ് ഗംഗ ബ്രഹ്മപുത്രയുമായി ഒത്തുചേരുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വച്ചിട്ടാണ് ഗംഗ ബ്രഹ്മപുത്രയുമായി ഒത്തുചേരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാന്ദ്പൂർ എന്ന് പറയണം. ഓക്കെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരും. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, ഇനി ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986 ജനുവരി 14. 1986 ജനുവരി 14. ഇനി ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഓക്കെ, രാജീവ് ഗാന്ധി. ഇനി ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ പദ്ധതി. ഓക്കെ, 2014 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ഓക്കെ, നമാമി ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ നമാമി ഗംഗ പദ്ധതി 2014 എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യപ്പെടുന്നത്. പിന്നെ അതുപോലെ ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേര് പത്മ എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, ബംഗ്ലാദേശിൽ ഈ പറയുന്ന നദി, ഗംഗാ നദി അറിയപ്പെടുന്ന പേര് പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി NW1 ദേശീയ ജലപാത കടന്നു പോകുന്ന നദിയാണ് ഗംഗ. ഓക്കെ, ഗംഗ കടന്നു പോകുന്ന നാഷണൽ വാട്ടർ വേസ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ NW1 എന്ന് പറയണം. ഓക്കെ, NW1 എന്ന് പറയണം. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം, ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബാലയിലാണ്. അംബാല എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, ഗംഗയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ഇന്ത്യയും ബംഗ്ലാദേശിലുമാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഇനി ഗംഗയുടെ പതന സ്ഥാനം ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ ബംഗാൾ ഉൾക്കടൽ. ഓക്കെ, ബംഗാൾ ഉൾക്കടൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതിൽ കുറേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കുക. ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്, കഴിഞ്ഞിട്ടില്ല. ഇനി ഗംഗാ നദി പഠിക്കുമ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കുംഭമേള. ഓക്കെ, കുംഭമേള എന്ന് പറയുന്ന സാധനം പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. RRBയുടെ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നുണ്ട്. ഓക്കെ എടാ, അപ്പോൾ എന്താണ് കുംഭമേള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് തന്നെ അതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമാണ് എന്തെന്ന് പറയുന്നത്, കുംഭമേള എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ മാരാമൺ കൺവെൻഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടില്ല. അതുപോലെ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഹിന്ദുമത സമ്മേളനമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന കുംഭമേള എന്ന് പറയുന്നത്. കുംഭമേള നടക്കുന്നത് 12 വർഷത്തിലൊരിക്കൽ. ഓക്കെ, 12 വർഷത്തിലൊരിക്കലായിരിക്കും കുംഭമേള നടക്കുന്നത്. ഇനി കുംഭമേള ഇതുണ്ട്. ഇനി 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയെ നമ്മൾ അർദ്ധ കുംഭമേള എന്ന് പറയും. ഓക്കെ, അപ്പോൾ കുംഭമേള എന്ന് പറയുന്നത് ടോട്ടൽ 12 വർഷമാണ്. തെറ്റിക്കരുത്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കുംഭമേള എന്ന് പറയുന്നത് വെറും കുംഭമേള ചോദിക്കുന്നെങ്കിൽ അത് 12 വർഷവും, ഇനി അർദ്ധ കുംഭമേള ചോദിക്കുന്നെങ്കിൽ അത് 6 വർഷവുമാണ്. ഇനി ഒരു കുംഭമേളയുണ്ട്, അതിൻ്റെ പേരാണ് മഹാകുംഭമേള. അത് 144 വർഷത്തിലൊരിക്കലാണ് നടക്കുക. ഓക്കെ, 144 വർഷം കഴിയുമ്പോഴായിരിക്കും മഹാകുംഭമേള നടക്കുന്നത്. അവസാനമായിട്ട് മഹാകുംഭമേള നടന്ന് 2013. ഓക്കെ, 2013 അവസാനമായിട്ട് മഹാകുംഭമേള നടന്നത്. ഓക്കേടാ. അപ്പോൾ ഈ പറയുന്ന കുംഭമേള പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്, പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് കുംഭമേള, 6 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് അർദ്ധ കുംഭമേള, ഇനി 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് മഹാകുംഭമേള. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്തത്, ഇതും മറ്റൊരു 5 സ്റ്റാർ ചോദ്യമാണ്. ഒരു 5 സ്റ്റാർ ചോദ്യമാണ് ഇത്. ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ ചോദിക്കും. ഓക്കെ, ആ പട്ടണങ്ങളാണ് ഞാനിതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ. ഓക്കെ, ഒന്ന് ഹരിദ്വാർ എവിടെയാണെന്ന് ചോദിക്കണമെങ്കിൽ ഉത്തരാഖണ്ഡിലാണ് ഹരിദ്വാർ. ഇതിന് കോഡുണ്ട്, കോഡൊക്കെ ഞാൻ പിന്നീട് കോഡിന്റെ ക്ലാസ് നമുക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ പറയാം. ഓക്കെ, ഹരിദ്വാർ ഉത്തരാഖണ്ഡിലാണ്. പിന്നെ അതുപോലെ കാൺപൂർ ഉത്തർപ്രദേശിലാണ്, പാട്ന ബീഹാറിലാണ്, വാരണാസി ഉത്തർപ്രദേശ്, അലഹബാദ് ഉത്തർപ്രദേശ്, ഋഷികേശ് ഉത്തർപ്രദേശ്, ഫറൂഖാബാദ് ഉത്തർപ്രദേശ്, ഖനൌജ് ഉത്തർപ്രദേശ്, ഹാജിപൂർ ബീഹാർ. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഗംഗാ നദി കടന്നു പോകുന്ന നദീതീര പട്ടണങ്ങൾ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് പറയണേ ഇങ്ങനെ: ഈ ഹരിദ്വാർ, കാൺപൂർ, പാട്ന, വാരണാസി, അലഹബാദ്, ഋഷികേശ്, ഫറൂഖാബാദ്, ഖനൌജ്,
ഹാജിപ്പൂർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഗംഗാ നദി കടന്നു പോകുന്ന നദീതീര പട്ടണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറച്ചേ പഠിക്കുന്നുള്ളൂ, കുറച്ച് വീതം പഠിച്ചു പോയാൽ മതി. ഓക്കെ, പരീക്ഷയ്ക്ക് ടൈമുണ്ട്, കുറച്ച് വീതം പഠിച്ചു പോയാൽ മതി. പഠിച്ചു പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. പിന്നെ അതുപോലെ നമ്മൾ തരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ബേസ് ചെയ്തിട്ട് അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ് എടുത്ത് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇത് ശകലല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയ ഇതല്ലേ, അതുകൊണ്ട് നമുക്ക് കാണണ്ട എന്ന് വിചാരിക്കരുത്. ഓക്കെ, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നു എന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഓക്കെ എടാ, അപ്പോൾ ശരി. അപ്പോൾ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും